അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വർത്താനം? റാഹത്തല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? പ്രശ്നങ്ങൾ ഇല്ലാന്നൊന്നും പറയണ്ട. മനുഷ്യന്മാരല്ലേ, പടച്ച റബ്ബിൻ്റെ അടിമകളല്ലേ, ഈ ദുനിയാവിൽ ജീവിക്കുന്നവരല്ലേ. പ്രശ്നങ്ങളുണ്ടാകും. കാരണം സത്യവിശ്വാസികളുടെ ജയിലേറെയാണ് ശരിക്കും ദുനിയാവ് എന്നുള്ളത്. കാഫിരീങ്ങളുടെ, അവിശ്വാസികളുടെ സ്വർഗവുമാണ്. അതാണല്ലോ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. അതാണ് ദുനിയാവ്. എന്താണെങ്കിലും പടച്ച റബ്ബ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, പ്രതിസന്ധികൾക്ക് പടച്ച റബ്ബ് അവൻ്റെ കൃപ കൊണ്ട് രക്ഷ നൽകട്ടെ. അതിൽ നിന്നൊക്കെ ഒരു സമാധാനം, അതിൽ നിന്നൊക്കെ ഒരു മഖ്റജ്, എക്സിറ്റ് അവൻ്റെ കൃപ കൊണ്ട് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ, ഈ ഒരു വീഡിയോയിലൂടെ ഞാനൊരു സൂറത്തിൻ്റെ ഫലങ്ങളാണ് പറയാൻ പോണത്. ഫലങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാകും, ടൈറ്റിൽ കണ്ടിട്ടുണ്ടാകും. അതെ, അത്രത്തോളം ഫലവത്തായിട്ടുള്ള, അത്രത്തോളം ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന, അത്രത്തോളം മഹത്വങ്ങളുള്ള ഒരു സൂറത്ത് തന്നെ ഇത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെറുതെ പറയല്ല കേട്ടോ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അത്രത്തോളം അത്ഭുത സിദ്ധിയുള്ള ഒരു സൂറത്താണ്. ഏതാണെങ്കിലും സൂറത്ത് ഏതാണെന്ന് ഞങ്ങൾക്കാണ് പറഞ്ഞുതരാം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പാരായണം ചെയ്യുന്നവന് ശുപാർശ ചെയ്യുകയും ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേൾക്കുന്നവന് തെറ്റുകൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും നിർത്തിയില്ല. അവിടുന്ന് പറയാണ്, മുഅമ്മത്ത് അഥവാ വ്യാപിപ്പിക്കുന്നത് എന്നാണ് ഈ ഒരു സൂറത്തിൻ്റെ നാമം. എന്നിട്ട് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൻ്റെ അർത്ഥതരത്തെക്കുറിച്ച്, മുഅമ്മത്ത് വ്യാപിപ്പിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇരുലോക നന്മയും പാരായണം ചെയ്യുന്നവന് ലഭിക്കും. ആഖിറത്തിലെ വിഹ്വലതകൾ, അഹ്വാലുകൾ ഇല്ലാതാകും. ഐഹികമായിട്ട് ദുന്യവിയായിട്ടുള്ള തിന്മകൾ, അതിൽ നിന്ന് ഈ സൂറത്ത് ഇത് ഓതുന്നവനെ കാക്കും. ഇത് ചൊല്ലുന്നവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും. അതാകുന്നു ഈ ഒരു സൂറത്തിൻ്റെ ഫലം. അതാകുന്നു മുഅമ്മത്ത് വ്യാപിപ്പിക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്നിട്ട് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് ഏതാന്ന് പറയുന്നുണ്ട്. അതെ, അതാകുന്നു സൂറത്ത് യാസീൻ. നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്ത് യാസീൻ്റെ ഫലങ്ങളപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ ഉറക്കത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ലേ, ഇത്രത്തോളൊക്കെ ഫലമുള്ള ഒരു അത്ഭുത സൂറത്താണ് സൂറത്ത് യാസീൻ എന്ന്. എന്താണെങ്കിലും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലായെന്ന് വിശ്വസിക്കാണ്. ഇതുപോലെയുള്ള സൂറത്തുകളൊക്കെ നമ്മുടെ ലൈഫിൽ നിത്യമാക്കാൻ പടച്ചവൻ്റെ കൃപ കൊണ്ട് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.